Hello guys, welcome back to Edupudo. അപ്പോൾ വേറെ ഒന്നുമല്ല ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഷുവർ ആയിട്ട് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ആ രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ഒരു ചോദ്യമാണ്. നോക്കിക്കോളൂ, നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ തേർഡ് ചാപ്റ്റർ അല്ലെ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ചാപ്റ്ററിന് കോസ്റ്റിന്റെ സൈഡിൽ നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ടേബിൾ തരും, എന്നിട്ട് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയുന്ന കാര്യമുണ്ട്, ഇത് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, 7 ഇക്വേഷൻസ് അല്ലെങ്കിൽ 7 കോസ്റ്റ് കർവുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ 7 കോസ്റ്റുകൾ ഒന്നാമത്തെയാണ് നോക്കിക്കൊള്ളണം. ഒന്നാമത്തേന് ടോട്ടൽ കോസ്റ്റ് അഥവാ TC, രണ്ടാമത്തേന് TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, മൂന്നാമത്തേന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന TFC കർവ്, ദെൻ ഫോർത്ത് വൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, അതേപോലെ ഫിഫ്ത്ത് വണ്ണും പറയാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് വൺ AC ആണ് വരുന്നത്, ഫിഫ്ത്ത് വൺ ഏതാണ് വരുന്നത് TVCയെ വെച്ച് നമ്മൾ ചെയ്യുമ്പം ABC വരുന്നു, ആൻഡ് സിക്സ്ത് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ AFC ആണ് വരുന്നത്, ആൻഡ് ഫൈനൽ വൺ അഥവാ ഏഴാമതായിട്ട് വരുന്നത് MC കർവാണ്. ഈ 7 കർവുകളെ കുറിച്ച് പഠിച്ചിരിക്കണം. പഠിച്ചാൽ സെറ്റാണ്, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് കിട്ടിയാൽ അടുത്ത് കിട്ടാൻ പറ്റുള്ളൂ അല്ലേ. അഥവാ നമ്മൾ ഡൊമിനോ എഫക്റ്റ് അല്ലെങ്കിൽ ചെയിൻ എഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ചെയിൻ എഫക്റ്റ് പോലെ ഒന്ന് കിട്ടിയാൽ അടുത്ത് അങ്ങനെ കിട്ടി പോയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 7 ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 7 ഇക്വേഷൻസ് പഠിക്കാൻ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ TC കാണാനുള്ള ഇക്വേഷനാണ് പറഞ്ഞത്. TC എങ്ങനെ കാണാം, നമ്മുടെ TVCയും TFCയും കൂട്ടിയാൽ മാത്രം മതി, എന്ത് കിട്ടും, നമുക്ക് ഈ പറഞ്ഞ TC കിട്ടും. അപ്പോൾ TSCയും TFCയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ വാല്യൂ കിട്ടും കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതിത്തരാം, പഠിച്ചോളും. അത് മാത്രമല്ല വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ് ഇക്വേഷൻ? വേറെ ഒന്നുമല്ല, നമ്മുടെ AC ആവറേജ് കോസ്റ്റിനെ ഈ പറഞ്ഞ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ ആണ്, നോക്കിക്കോളൂ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് TVC ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, TCയിൽ നിന്നും TFC കുറച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. എന്താണ് ആ മെത്തേഡ്? വളരെ ഈസിയാണ്. നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി അല്ലെ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ TFC ആണ് അല്ലേ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ TFC ആണ്. ഇത് കളർ മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ TFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCയിൽ നിന്നും TVC കുറച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ വേറെ മെത്തേഡിന് എന്താണ് മതി, എന്തായിരിക്കും, AFCയെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മുടെ 3 എണ്ണം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കൊരു 3 എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് 3 എണ്ണം എന്നുള്ളത്. ഇനി അടുത്ത നാലാമതായിട്ട് നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന AC കർവാണ് വരുന്നത്. AC കാണാൻ എന്ത് ചെയ്താൽ മതി, TCയെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. TCയെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇനി ഫിഫ്ത്ത് വൺ നമുക്ക് പറയുന്നത് നോക്കണേ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ AC കഴിഞ്ഞു, അടുത്ത ഏതാ വരുന്നത്, ABC വരുന്നത് അല്ലേ. ABC കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ TVCയെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ആറാമതായിട്ട് നമ്മൾ കാണേണ്ട ഇക്വേഷനാണ് AFC കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നമ്മുടെ TFC കർവിനെ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ, അത്രയും ചെയ്ത് ഞാൻ 6 കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ MC ആണുള്ളത് അല്ലേ. സെവൻത്ത് വൺ ഏതാണ്, MC ആണുള്ളത്. അപ്പോൾ MC കാണാൻ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇത് മാത്രമായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഡെൽറ്റ TC കാണാൻ എന്താ ചെയ്യേണ്ടത്, ഡെൽറ്റ TC കാണാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ TC 1ഉം 2ഉം എടുക്കുക, രണ്ടെണ്ണം തൊട്ടടുത്ത് തന്നെ 1ഉം 2ഉം എടുക്കാം. TC 2വിൽ നിന്നും TC 1 കുറച്ച് നമുക്ക് അവിടെ കിട്ടും. ഇനി ഡെൽറ്റ Q ആണെങ്കിലോ അതും അതേപോലെ തന്നെ നമ്മൾ എന്താ മതി, രണ്ടാമത്തെ ക്വാണ്ടിറ്റിന് ഒന്നാമത്തെ ക്വാണ്ടിറ്റി കുറച്ചാൽ മാത്രം മതി, നമുക്കവിടെ വാല്യൂസ് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ സിമ്പിളാണ് പഠിക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നും കേട്ടോ, മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന ഡെൽറ്റ Q എന്ന് പറയുന്നത്, ഓക്കെ, മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ Q എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും, 1 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് മിക്കവാറും 1 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക, ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്തായാലും നമുക്ക് വേണമെങ്കിൽ MC എന്തായി മാറും, MC എന്ന് പറഞ്ഞാൽ ഡെൽറ്റ TCക്ക് തുല്യമായിട്ട് മാറും, മാറാറുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ട് കൂടി ചെയ്തേക്കുക, എക്സ്ട്രാ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. എപ്പോഴും ശരിയാവണമെന്നല്ല പറഞ്ഞത്, ഇതെന്താണ് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഈ ഒരു കാര്യമായിരിക്കും വരാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മയിൽ വെക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ആളുള്ള ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഫൈൻ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ, ഓരോന്ന് ചെയ്ത് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. TC തന്നിട്ടുണ്ട്, എല്ലാത്തിനും TC തന്നിട്ടുണ്ട്. എന്തിനാ, 100, 120, 140, 150, 155, 170, 200 തന്നിട്ടുണ്ട് അല്ലേ. TFC തന്നിട്ടുണ്ട്. TFC നമുക്കറിയാം, TFC കർവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നമ്മൾ ഈ പറഞ്ഞ TFC കർവിൻ്റെ പ്രത്യേകത അത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് തന്നെയായിരിക്കും ഒടുക്കം വരെ ഉണ്ടാവുക. അപ്പോൾ TFC തുടങ്ങുന്ന എത്രയാണ്, 100 തന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും, അത് ഒടുക്കം വരെയും 100 ആയിരിക്കും. ഏത് ലെവൽ ഔട്ട്പുട്ട് ആയാലും കാര്യമില്ല, ഏതായിരിക്കും ലെവൽ 100 തന്നെയായിരിക്കും വരുന്നത്.
ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആ വാല്യൂ കൃത്യമായിട്ട് അവിടെ എഴുതിക്കാം. എത്രയാണ്? എല്ലാ കോളത്തിലും 100 എന്ന് കൊടുക്കാം. 100 എന്ന് അവിടെ നമുക്ക് കൊടുക്കാം. കണ്ണടച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമുള്ളത്. അപ്പോൾ എല്ലാ കോളത്തിലും 100 എന്ന് എഴുതിയേക്കാം. കാരണം എന്താണ്? TFC എല്ലാ കോളത്തിലും സെയിം ആയിരിക്കും. ദെൻ TBC കാണാൻ എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്നും TBC കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ TFC കുറച്ചാൽ മതി. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് എന്ത് ചെയ്താൽ മതി? TBC കാണാൻ എന്ത് ചെയ്താൽ മതി? TCയിൽ നിന്നും TFC കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നോക്കിക്കാൻ നിങ്ങൾ ഈ 100ൽ നിന്ന് 100 കുറച്ചാൽ TBC ഫസ്റ്റ് എന്താണ് വരിക? 0 ആണ് വരിക, ഒന്നുമില്ല അല്ലേ. നെക്സ്റ്റ് 100ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 20 കിട്ടുന്നു. ദെൻ 40 കിട്ടും. ദെൻ 50 കിട്ടും. ദെൻ 55 കിട്ടും. പിന്നെ എത്ര കിട്ടും? 70 കിട്ടും. ലാസ്റ്റ് 100 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? TBCയും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ABC കാണാനുള്ള ഇക്വേഷൻ എന്താ? ABC കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? TBC ഡിവൈഡ് ബൈ Q ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മൾ TBC എന്ത് ചെയ്യണം? Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ TBC എന്ന് പറഞ്ഞ ഈ സംഖ്യയെ നമ്മൾ ഈ പറഞ്ഞ TBC എന്ന് പറഞ്ഞ ഈ കോളത്തിൽ വരുന്ന എല്ലാ സംഖ്യയും നമ്മൾ ക്വാണ്ടിറ്റി വരുമ്പോൾ Q എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സംഖ്യകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുക? 0 ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എഴുതിക്കാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ഇട്ടാലും മതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞ TBC 20 ആണ്. 20 ഡിവൈഡ് ബൈ 2 അല്ലെ, സോറി 20 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 20 തന്നെ കിട്ടും. നെക്സ്റ്റ് കോളത്തിലാണ് 40 ഡിവൈഡ് ബൈ 2. എത്രയാണ്? 40 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 20 എന്ന് കിട്ടും. വീണ്ടും 50 ഡിവൈഡ് ബൈ 3. 50നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 50 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. 50 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 16.6. ഓക്കെ, 16.66 എന്ന് വരും. ദെൻ എത്രയാണ്? 55 ഡിവൈഡ് ബൈ 4 അല്ലെ. 55നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 55 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 55 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 13.75. 13.75 എന്ന് കിട്ടും. ദെൻ അടുത്ത കോളത്തിലാണ് വരിക 70 ഡിവൈഡ് ബൈ 5 അല്ലെ. 70 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 14 ആണ് വരിക. എത്രയാണ് വരിക? 70 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരിക? 14 ആണ് വരിക. ഓക്കെ, 14 ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എത്ര വരുന്നത്? 100 ഡിവൈഡ് ബൈ 6 അല്ലെ. 100നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 16.66 കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 16.66 തന്നെയാണ് വാല്യൂ വരുന്നത് അല്ലേ. സെയിം ആയിട്ട് രണ്ട് വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി AFC കാണണ്ടേ? AFC കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? AFC കാണാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ AFC കാണാൻ എന്ത് ചെയ്താൽ മതി? TFC അതേ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ TFCയുടെ വാല്യൂ നോക്കാം നമുക്ക്. എല്ലാത്തിലും TFC എത്രയാണ്? 100 വെച്ചാണ് തരുന്നത് അല്ലേ. അപ്പോൾ 100 ഡിവൈഡ് ബൈ 0, 1, 2, 3 അങ്ങനെ പോയാൽ മതി. അപ്പോൾ 100നെ നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? നമുക്കവിടെ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് ഇട്ട് വെക്കാം. ഓക്കെ, എററാണ് കാണിക്കുക അല്ലേ. അടുത്ത 100 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 തന്നെയാണ് വരിക. അടുത്തത് 100 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര വരിക? 50 ആണ് വരിക. ഇനി അടുത്ത 100 ഡിവൈഡ് ബൈ 3 ആകുമ്പോൾ എത്ര വരും? 33.33 ആണ് വരിക. 33.33 ആണ് വരിക. ഇനി അടുത്ത 100 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 25 വരും. ഇനി 100 ഡിവൈഡ് ബൈ 5 പറയുമ്പം എത്ര വരും? 20 വരും. ലാസ്റ്റ് 100 ഡിവൈഡ് ബൈ എത്ര വരുന്നത്? 6 ആണ് വരുന്നത് അല്ലേ. 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 16.66 വരും. 16.66 വരും. ഇത്രയും വാല്യൂസ് വന്നു. ഇനി AC കാണാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? TC നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ TC എത്രയാണ്? 100 ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് ഇട്ട് വെക്കാം. 120നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 120 തന്നെ കിട്ടും. ഇനി അടുത്തത് 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70 എന്ന് കിട്ടും. ഇനി അടുത്ത 150നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 എന്ന് കിട്ടും. ഇനി 155നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 155 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 38.75 എന്ന് കിട്ടും. ദെൻ എത്ര വരുന്നത്? 170നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 170 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 34 വരും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 200 ഡിവൈഡ് ബൈ 6 അല്ലേ. 200 ഡിവൈഡ് ബൈ 6 എന്ന് പറയും. അപ്പോൾ എത്ര വരും? 33.33 എന്ന് വരും അല്ലേ. 33.3 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 33.33 എന്ന വാല്യൂ വരുന്നു. ലാസ്റ്റ് വൺ MC ആണ് കാണേണ്ടത് അല്ലേ. MC കാണാൻ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞൊരു കോഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ കോഡ്? വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ ചേര് MC ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കണേ ΔQ എത്ര വരുന്നത് നോക്കാനാണ് പറഞ്ഞത്. ΔQ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം 1, 2, 3, 4, 5, 6 വരുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ΔQ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ MC എന്ന് പറഞ്ഞ എന്തിന് തുല്യമാണ്? ΔTCക്ക് തുല്യമായിരിക്കും ഓർത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അത് വെച്ച് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് ഇട്ട് വെക്കുക. ദെൻ സെക്കൻഡ് കോളത്തിൽ TCയിലുള്ള ചേഞ്ച് തരാം. 100ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസത്തിലാണ് 20. ആ വാല്യൂ അതുപോലെ എഴുതി വെച്ചാൽ മതി. അടുത്തത് 20ഉം 40, 120ഉം 40 തമ്മിലുള്ള വ്യത്യാസത്തിലാണ് അതും 20. അതേപോലെ എഴുതിയാൽ മതി. 40ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം
10 അതുപോലെ എഴുതിയേക്കുക. 50ഉം 5 തമ്മിലുള്ള വ്യത്യാസം 55 തമ്മിലുള്ള വ്യത്യാസം 5 അതുപോലെ എഴുതിയേക്കുക. ദെൻ 70ഉം 55 തമ്മിലുള്ള വ്യത്യാസം 15 അതുപോലെ എഴുതിയേക്കുക. ദെൻ ഈ പറഞ്ഞ 30 170ഉം 200 തമ്മിലുള്ള വ്യത്യാസം 30. കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. സിമ്പിൾ ആണല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പുകൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ കർവുകളുടെ ഷേപ്പ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വരക്കാൻ പോകുന്നത് നമ്മുടെ TC TFC TVC കർവിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം വരക്കുന്നത് നമ്മുടെ TFC കർവ് ഞാൻ ഇവിടെ വരച്ച് വെച്ചു. ഇതാണ് നമ്മുടെ TFC കർവ്. TFC കർവ് ഇങ്ങനെ ഷേപ്പിലാണ് പോവുക. ഇനി നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഈ പറയുന്ന TC കർവ് വരച്ച പോലെ TVC കർവ് വരക്കാൻ വേറെ വ്യത്യാസമാണ്. അഥവാ TVC കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ് TVC കർവ് പോലെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ TVC കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇനി ഫൈനലായിട്ട് നമുക്ക് വരക്കാനുള്ള ഒരാൾ കൂടി ഉണ്ട്. ആരാണത്? ആരല്ല, നമ്മുടെ TC കർവ്. TC കർവിൻ്റെ ഷേപ്പ് എന്താ വരിക? ഇങ്ങനെയാണ് പോവുക. TC കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. when output when quantity equal to 0 ആണ് സമയത്ത് എന്തായിരിക്കും? നമുക്ക് അറിയുന്ന കാര്യമുണ്ട്. TVCയും എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ TC ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അതേപോലെ എന്തില്ല? TFCയും ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ആ ഒരു വ്യത്യാസം നോക്കുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. TCയും TFCയും ആ സമയത്ത് തുല്യമായിരിക്കും. ഈ ഒരു റിലേഷൻ കൂടി എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള കർവുകളായിരുന്നു. നമ്മുടെ AFC ABC കർവുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ആദ്യം വരുന്ന കർവാണ് നമ്മുടെ AC കർവ്. അത് പഠിച്ചു വെക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ട് താഴേക്ക് വരക്കുന്ന കർവാണ് നമ്മുടെ ABC കർവ്. ABC കർവ് എന്ന് പറഞ്ഞാൽ ദെൻ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ കട്ട് ചെയ്ത് പോകുന്ന ഒരു കർവായിട്ടായിരിക്കുന്നു. ഇവരെ കട്ട് ചെയ്ത് പോകുന്ന കർവാണ് എന്ത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന MC കർവ് കേട്ടോ. MC കർവ് വരുന്നത്. അപ്പോൾ MC കട്ട് ചെയ്ത് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മിനിമത്തിലൂടെ വേണം കട്ട് ചെയ്ത് പോകാൻ. ഇതാണ് മിനിമം പോയിന്റ്. അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോയിന്റിലൂടെ വേണം MC കട്ട് ചെയ്ത് പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MC കർവ് കട്ട് ചെയ്ത് പോകുന്നതാ ഇങ്ങനെയായിരിക്കും. MC കർവ് കട്ട് ചെയ്തത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ പഠിച്ചു വെക്കണം. ഇനി ഇത് ഇവർക്കൊന്നും ഉപദ്രവമില്ലാതെ വരുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ABC കർവിൻ്റെ ഷേപ്പ് കേട്ടോ. അഥവാ നമ്മൾ പറഞ്ഞ AFC കർവിൻ്റെ ഷേപ്പാണ്. AFC കർവിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ പോകാറുണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് AFC കർവിന്. നമ്മൾ ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ജസ്റ്റ് വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഷേപ്പ്, ഈ പറഞ്ഞ കർവിൻ്റെ ഷേപ്പ് എന്താണ്? ജസ്റ്റ് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, സംഗതി എന്താണെന്ന് അറിയാം. അപ്പോൾ എന്തായാലും തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു AFC ABC AC ചോദ്യങ്ങളും അതേപോലെ TC TFC TVC ചോദ്യങ്ങളും MCയും വെച്ചിട്ടുള്ള ഈ 7 എണ്ണം കണ്ടുപിടിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരും. ഒരു 5 മാർക്ക് മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബിൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ബൈ.